ഈ ഇടയായിട്ടേ കുറച്ച് ദിവസമായിട്ട് മൈൻഡിൽ ഏറ്റവും കൂടുതൽ വരുന്ന കാര്യമാണ് യൂട്യൂബ് ചാനൽ എന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തുടങ്ങാത്തതിന്റെ റീസൺ എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഈ ഒരു ഇൻസ്റ്റാഗ്രാമിൽ റീൽ ഇടുകയാണെന്നുണ്ടെങ്കിലും സംസാരിക്കുന്ന കാര്യങ്ങൾ നമുക്ക് കട്ട് ചെയ്തിട്ട് ഒരു നമ്മളെ നെഗറ്റീവ് സൈഡൊക്കെ നമുക്ക് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ല പോർഷൻ മാത്രം ഇട്ടിട്ട് റീൽസ് ഇടാൻ പറ്റും. പക്ഷെ ഒരു യൂട്യൂബിൽ വരുമ്പോൾ നമുക്ക് നടക്കില്ല. നമ്മുടെ കംപ്ലീറ്റ് നെഗറ്റീവ് സൈഡും പുറത്തു പോകും. സോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് മെയിനായിട്ട്. പിന്നെ കണ്ടിന്യൂസ് ആയിട്ട് സംസാരിക്കാൻ നല്ല ബുദ്ധിമുട്ടുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട്. ഇപ്പം ഇന്നിപ്പോൾ പ്രത്യേകിച്ച് പരിപാടിയൊന്നുമില്ല. എന്നാലും ഞാനിങ്ങനെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് ഈ വെയിലത്ത് വന്നിരുന്നപ്പോൾ എൻ്റെ മൈൻഡിൽ വന്നൊരു കാര്യമുണ്ട്. നല്ലൊരു സൺസെറ്റ് കാണാൻ എവിടെയെങ്കിലും പിടിച്ചാലോ അല്ലെങ്കിൽ എവിടെയും പോയാലോ എന്നുള്ളൊരു കാര്യം. അപ്പോൾ എന്തായാലും തുടക്കം അവിടെ നിന്ന് തന്നെ ആവട്ടെ. നോക്കാം, സ്റ്റാർട്ട് ചെയ്യാം. വ്ളോഗ് നമുക്കിവിടെ സ്റ്റാർട്ട് ചെയ്യാം. ഇപ്പം എന്ത് കാര്യമുണ്ടെങ്കിൽ മെസ്സേജ് അയക്കുക. നെഗറ്റീവൊക്കെ കുറേ വരും, അതൊന്നും നോക്കിയിരുന്നിട്ട് കാര്യമില്ല. പക്ഷെ ആ നെഗറ്റീവ്സൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവരൊക്കെ തന്നെ നമ്മളെ സപ്പോർട്ട് ചെയ്യാനും ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊക്കെ തന്നെ എന്തായാലും നോക്കാം നമുക്ക്. അപ്പോൾ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. നമ്മൾ നേരെ പോവാണ്. ഇനിയിപ്പോൾ പോകുമ്പോഴുള്ള ആ കാഴ്ചകളും ആ ഒരു പരിപാടിയൊക്കെ കാണാം. ഓക്കെ. ഈ കണ്ണാട വെക്കലേ പക്ക കണ്ണിൻ്റെ പ്രൊട്ടക്ഷൻ വെക്കണമെന്ന് മനസ്സിലായത് ഇവിടെ വന്നതിന് ശേഷം. നാട്ടിൽ ഇത് വെക്കുമ്പോൾ എന്താ നാട്ടിൽ ഇത് വെക്കുമ്പോൾ ഓഫ് ഞാനെന്താ സംഭവം എന്നുള്ളൊരു തോന്നല. ജസ്റ്റ് കണ്ണിന് പ്രൊട്ടക്ഷൻ വെക്കണമെന്ന് ഇവിടെ ഉള്ളവന്മാരൊക്കെ ഇങ്ങനെ അല്ലേ. നമ്മളെ നാട്ടിൽ ഇപ്പോഴും ഉണ്ടാ ചിന്താഗതി. ഗ്ലാസ് വെച്ച് കഴിഞ്ഞാൽ അതെ. കുട്ടികളെ വീഡിയോ എടുക്കാൻ പേടിയാക്ക്. ഒരു ഐസ്ക്രീം കഴിക്കാൻ രസമുണ്ട്. ഞാൻ മുമ്പൊരു കുട്ടികളെ വീഡിയോ എടുത്തിട്ട് എന്നെ ആട്ടി വിട്ടതാ. അതുകൊണ്ട് എനിക്ക് പേടിയാ. കുറച്ചൊക്കെ റെസ്ട്രിക്ഷൻസ് ഉണ്ട്. നൈസ് കാഴ്ചകളാട്ടാ, ഇഷ്ടപ്പെട്ടു. സ്ഥലം എത്തിയിട്ടില്ല, അപ്പൊ തന്നെ ഇഷ്ടപ്പെട്ടു. നമ്മൾ പിന്നെ ഏത് ചെറിയ യാത്രകളും നന്നായി എൻജോയ് ചെയ്യുന്ന ആൾക്കാരായുണ്ട്. ഏത് സ്ഥലം പോയാലും നമുക്ക് ഇഷ്ടപ്പെടും. എന്താ പറയുന്നത്? സത്യം സംഭവം ശരിയാ. കിടിലൻ സ്ഥലാട്ടോ, ഒരു പോർഷ ഏരിയ. ഇനി നമ്മൾ എത്താൻ പോണ സ്ഥലം ഇതിൽ അടിപൊളിയാട്ടാ. ഞാൻ റീലൊക്കെ കണ്ട് നല്ലൊരു എക്സ്പെക്ടേഷൻ വെച്ചിട്ടാ പോണ്. റീൽ ഈസ് നോട്ട് റിയൽ എന്നല്ലേ, ചിലപ്പോ മൂഞ്ചു. വീട് നോക്കാം, നല്ല രസമല്ലേ കാണാൻ. നമ്മുടെയൊക്കെ സ്വപ്ന ഭവനം. ഇങ്ങനത്തെ ഒരു സെറ്റപ്പിലാണ് നമ്മളൊക്കെ ആഗ്രഹം കേട്ടോ വീട് പണിയാൻ. ഈ ഒരു മോഡല്. നമ്മുടെ പാർക്കിന്റെ എൻട്രി എത്തിയിട്ടുണ്ട് കേട്ടോ. ആണ് പാർക്കിലേക്കുള്ള എൻട്രി. പാർക്കിന്റെ പിള്ളേരൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഏതാ വ്യൂടാ. മൂത്രമൊക്കെ എന്തെങ്കിലും വകുപ്പ് കാണണം മോനെ. എവിടെ പോയാലുള്ള പ്രശ്നം അത്. അല്ല മൊന്തേ പോയാലോ. ഇവിടെ ഒരു പാത്രം ഒന്നുണ്ട്, നിൽക്കൊന്നുമില്ല. ഈ പാർക്ക് കുറെ നടക്കാണ്ട് കേട്ടോ. ഇത് മൊത്തങ്ങൾ നടന്നിന്റെ വീഡിയോ കാണുമ്പോൾ നാളെ മുതൽ നിങ്ങൾ ബ്ലോഗ് തന്നെ കാണൂല. യൂട്യൂബ് തന്നെ ഈ പുണ്ടയുടെ പറയറിയും ഒക്കെ കൂടെ എടുത്ത്. ഞാൻ നല്ലൊരു പരിപാടി പറഞ്ഞേക്കാം. നല്ലൊരു സ്ഥലത്ത് പോയി നമുക്ക് ഇരുന്ന് കുറച്ച് കഥകളൊക്കെ പറഞ്ഞ് സ്ഥലങ്ങളൊക്കെ ഒന്ന് കാണിച്ചു തന്നെ. അത് നല്ലത്, അതാ ബെസ്റ്റ് പരിപാടി. സൺസ്ക്രീനൊക്കെ അത്യാവശ്യമാണ് ഈ വെയിലൊക്കെ കൊള്ളുമ്പോൾ. സൺസ്ക്രീനൊക്കെ പറയാൻ പഠിച്ചൂലേ. എന്ത് സൺസ്ക്രീൻ പറയാം, നാട്ടിലൊക്കെ എന്ത് സൺസ്ക്രീൻ. അങ്ങോട്ട് പോകും ബൈക്ക് കൊടുത്ത് ഏത് വെയിലാണെങ്കിലും. ഇപ്പൊ സൺസ്ക്രീനൊന്നും ഇല്ലാണ്ട് പറ്റില്ല ഈ വെയിലൊന്നും കൊണ്ട്. എവിടെ റോഡിൻ്റെ ഗ്രൗണ്ടാ. നമുക്ക് ആ മൃഗങ്ങളൊക്കെ ഉള്ള ഏരിയ പോകണ്ട്. പക്ഷെ എങ്ങനെ പോവാ ഉണ്ടാക്കൊന്നും അറിയില്ല, എവിടെയെന്ന് അറിയില്ല. ഏതായാലും ഫസ്റ്റത്തെ വ്ളോഗ് ഇവിടെ തന്നെ സ്റ്റാർട്ടിങ് ആയിക്കോട്ടെ പോകുന്ന. പക്ഷെ കാര്യങ്ങൾ അറിയില്ല. സാധാരണ നമ്മൾ റൂട്ട് മാപ്പൊക്കെ ഇട്ട് എല്ലാം സെറ്റ് ചെയ്തിട്ടൊക്കെയാണ് എവിടെയെങ്കിലൊക്കെ ട്രിപ്പ് പോകുമ്പോൾ പോവാറ്. കപ്പിൾസിലെ കപ്പിൾസ്, ഫാമിലി, കുണ്ടന്മാര്
എല്ലാ വിഭാഗവും ഉണ്ട്. നാട്ടിലുള്ളവരെ കപ്പിൾസൊക്കെ ആണെങ്കിൽ ആലോചിച്ചൊക്കെ അവിടെ ഒക്കെ ഇങ്ങനെ ഒറ്റയ്ക്ക് അവിടെ കപ്പിളായി വന്നിരുന്ന് അല്ലേ ചില്ലോട്ട്. മോനെ ഏതായിരിക്കും വൈബ്? എന്റെ ഉള്ളിലെ സദാചാരം പുറത്തു വരുന്നു പറഞ്ഞില്ലേ? എന്ത് സദാചാരം ചങ്ങായി? ഇഷ്ടപ്പെട്ടവരൊക്കെ ഇഷ്ടപ്പെട്ട പോലെ ജീവിക്കട്ടാ. നീ നിനക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കാറുമാനെ, അവരവർക്ക് ഇഷ്ടമുള്ള പോലെ ജീവിക്കട്ടെ. എനിക്ക് സദാചാരം കിട്ടിക്കണം നാട്ടിൽ നിന്ന്? കിട്ടിയില്ല. എനിക്ക് പെണ്ണുണ്ടായിരുന്നില്ല നാട്ടിൽ. കയ്യടനോടാ. എനിക്ക് ഞാൻ പറയാൻ പോവാണ് ഓഡിയൻസിനോട്, വ്ളോഗ് എടുക്കുന്ന പരിപാടി അത്ര എളുപ്പമില്ലാത്തതുകൊണ്ട് നമ്മൾ വ്ളോഗ് എടുക്കാൻ നിർത്തി. വ്ളോഗ് തുടങ്ങണില്ലാന്ന്. എളുപ്പമല്ലടാ. പിന്നെ നോക്കാം, നമുക്ക് ആ 30 സെക്കൻഡിന്റെ റീലാ പറ്റുള്ളൂടാ. പരിപാടി കഴിഞ്ഞ് സമാധാനമായി കുടി കിടന്നുറങ്ങാം. പണ്ടത്തെ അത്ര സ്റ്റാമിന ഒന്നുമില്ല, നടക്കാനൊന്നും വയ്യ. വൈൽഡ് ലൈഫ് ഫീല് നമ്മുടെ നാട്ടിൽ അസ്രാകുണ്ടൊക്കെ പോയവർക്ക് മനസ്സിലാവും. ആ ഒരു സ്ഥലം പോലെ അസ്രാകുണ്ട് അറിയിച്ച അവന്. അസ്രാകുണ്ട് ഞങ്ങൾ പോയിട്ട് മുമ്പ് ഒരു പ്രാവശ്യം പോയിട്ടുള്ളൂ, പിന്നെ അത് പൂട്ടിയിട്ട്. ഞങ്ങൾക്കൊരു സ്ഥലം കാണിച്ചു തരാം കേട്ടോ. നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്താ തോന്നണമെന്ന് പറ. ഏത് സ്ഥലമാണ് റിലേറ്റ് ആവുന്നത്, കണക്റ്റ് ആവുന്നതെന്ന് പറയട്ടോ. ഞാൻ ബാക്ക് വ്യൂ കാണിച്ചു തരാം. നിങ്ങൾക്ക് ഏതാ തോന്നണേ? നടുവ് കൂടെ റോഡ്, രണ്ട് സൈഡിൽ കൂടെ നമ്മളെ മറ്റേ മസിനക്കൊടി ഊട്ടി പോകണമുള്ള വഴിയില്ലേ മസിനക്കൊടി, ആ ഒരു വൈബില്ലേ? എനിക്കതാ തോന്നണേ കണ്ടിട്ട്. ഓ ഇതാണ് നോക്കാം, ആ വഴി പോലെ തോന്നുന്നില്ല? ഇതൊക്കെയാണ് നമ്മൾ കാണാൻ നമ്മുടെ പ്ലാന്. ഇതൊക്കെ ഇവിടെ ഉള്ള സ്ഥലമാട്ടാ. പക്ഷേ ഈ ഇത്രയും ഏക്കർ കാടിൻ്റെ ഉള്ളിൽ നിന്ന് നമ്മൾ നടന്ന് എവിടെ നിന്ന് കണ്ടുപിടിക്കുക ഈ ഒരു സ്ഥലം ഇതെവിടെയാണെന്ന്? ഓ ഈ ഒരു സ്പോട്ടൊക്കെ അടിപൊളിയാട്ടോ. ഇവിടെ നോക്കി നോക്കാം, സൂര്യൻ കറക്റ്റ് അസ്തമിച്ച് പോകണം നമുക്ക് കാണാൻ പറ്റും. ഇതുപോലെ ഒരു നല്ലൊരു സ്പോട്ട് ഉണ്ട്, അതപ്പോൾ ഈ തിരഞ്ഞെടുക്കണം, എത്തണമില്ല. നല്ല ഐസ്ക്രീം കിട്ടും, ഒരുപാട് ഫ്ലേവേഴ്സ് ഉണ്ട്. ഒരു ചക്ക എനിക്ക് അതുണ്ട്. ഹലോ how are you? So I would like to get one Kinder Bueno waffle. Yeah. നൈസ് പരിപാടി അല്ലേ, ഐസ്ക്രീം വണ്ടിയൊക്കെ ആയിട്ട്. സാധനം ഞാൻ കാണിച്ചു തരാം. സാധനം അടിപൊളിയാവുമെന്ന് വിചാരിക്കണം. മേക്കിങ്ങിലാണ്. താങ്ക് യു സോ മച്ച്. ആണ് സാധനം. മോനെ മധുരാണ്, സീന് മധുരാണ് കേട്ടോ. സാധനം കൊള്ളാം. എന്തായാലും ഇത് കഴിച്ചു കഴിഞ്ഞിട്ട് കാണാം. ഞാൻ ആസ്വദിച്ച് കഴിക്കട്ടെ. നമ്മുടെ സ്പോട്ടിൽ എത്തിക്കണം കേട്ടോ. ഇതാണ് നമ്മുടെ വ്യൂ. സോറി, വേറൊരു പ്രശ്നം എന്ന് വെച്ചാൽ നമ്മൾ കുണ്ടന്മാരാ വിചാരിക്കും, ഇവിടെ മൊത്തം കപ്പിൾസാ. നോക്കി നോക്കാം, മൊത്തം കപ്പിൾസ് സെറ്റായിരിക്കുന്നത്. ഒന്നില്ലെങ്കിൽ കപ്പിൾ, അല്ലെങ്കിൽ ലെസ്ബിയൻ, അല്ലെങ്കിൽ മറ്റേ ഗേ. ഈ 3 വിഭാഗമുള്ളൂ ഇവിടെ. മൂഞ്ചലാണ് കേട്ടോ സീന്. പക്ഷെ വ്യൂ ഓഫ് നോ കോംപ്രമൈസ്, അത് രക്ഷയില്ല. നടന്നിട്ടാണെങ്കിൽ ഇവിടെ എത്തി കിട്ടി മൊത്തത്തിൽ സ്പോട്ട്. ഇനിയാണ് നമ്മളെ പരിപാടി. നമ്മൾ നല്ലൊരു സ്പേസ് നോക്കി വന്ന് ഇരുന്ന് ഈ ഒരു ആംബിയൻസ് ഞാൻ കാണിച്ചു തരാം. എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പം ഇതാണ് നമ്മുടെ സൺസെറ്റിൻ്റെ വ്യൂ. ഇഷ്ടപ്പെട്ട ഗായ്സ്? ആൾക്കാരൊക്കെ ഇരിക്കുന്ന നോക്കാം. ഓ മോനെ വിഷയം തന്നെ.
ഇയാളിനെ പട്ടി മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് പെണ്ണില്ല, ഭാഗ്യം. ഏതാ വ്യൂ അല്ലേ, ഫുൾ ഫാമിലീസ്, കപ്പിൾസ്, ഓരോരുത്തരോരോ കാർഡും പരിപാടിയൊക്കെ ആയിട്ട് ഇങ്ങനെ ഗെയിമും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിരിക്കുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഓരോരുത്തരും ഓരോ അവിടെ എന്തോ ബർത്ത്ഡേ ഒക്കെ ഉണ്ടോ, ഓരോ കാര്യങ്ങളൊക്കെ ആയിട്ട് എൻജോയ് ചെയ്ത്. ഇയാളാണെങ്കിൽ പട്ടീനായിട്ട് കളിപ്പിച്ചിരിക്കുന്നുണ്ട്. പട്ടി സീയും പട്ടിയാണ് കേട്ടോ. എന്തായാലും കൊള്ളാം, ഇഷ്ടപ്പെട്ടു. നല്ല വൈബുള്ള സ്ഥലം. ഗേൾസൊക്കെ ഒരുപാടുണ്ട് കേട്ടോ, ഒരു കുറവില്ല. എത്ര വേണം, എല്ലാം ഒന്നിനൊന്ന് മെച്ചം. ഏകദേശം ഓൺ ടോപ്പിലാണ് നമ്മളിരിക്കണേ. നല്ല വെയിൽ, നല്ല വ്യൂ, നല്ല ലൈറ്റിങ്, എല്ലാം സെറ്റാണ്. വീഡിയോസൊക്കെ എടുക്കാൻ പക്ക സ്പോട്ടാണ്. ഇതാണ് നമ്മുടെ സ്പോട്ട് കേട്ടോ. ഇനി കൂടുതൽ നേരം വ്ളോഗ് എടുത്തിരുന്ന് കഴിഞ്ഞാൽ സീൻ എന്താ അറിയോ, ചാർജില്ല ഫോണിൽ, ചാർജ് നിൽക്കണില്ല. ഞാൻ 100% ആക്കി വന്നതാണ്. ഇവിടെ എത്തിയപ്പോഴത്തേനും ഫോൺ 7% ഉള്ളൂ. അതുകൊണ്ട് വ്ളോഗ് നമ്മളിവിടെ നിർത്തുകയാണ്. നല്ല വ്യൂ ഒക്കെ കാണിച്ചു തന്നിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്തതിൽ നല്ല പവർ ബാങ്കൊക്കെ ആയി വന്ന അടിപൊളിയായിട്ട് ഇനി കൊടുക്കാം. ഇപ്പം ഞാൻ കുറച്ചുകൂടി വ്യൂ കാണിച്ചു തന്നിട്ട് ഇവിടെ പരിപാടി നിർത്തുകയാണ്. ഇൻഷാ അല്ലാഹ് വ്ളോഗൊക്കെ നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യണം. നമ്മൾ കൂടുതൽ ചെയ്തുകൊണ്ടിരിക്കാൻ നമുക്ക് പെർഫെക്റ്റ് ആക്കാൻ പറ്റുള്ളൂ. അപ്പോൾ കുറേ കാര്യങ്ങളുണ്ട്. ബൈ ബൈ ഗായ്സ്. ഞാൻ കുറച്ച് നേരം എൻജോയ് ചെയ്തിരിക്കട്ടെ സമാധാനമായിട്ട്. നല്ല വർക്ക് പ്രഷറുണ്ട് കുറച്ച് ദിവസമായിട്ട്. വർക്ക് പ്രഷർ, വീഡിയോ എഡിറ്റിങ്, വീഡിയോ എടുക്കൽ, പുതിയ കണ്ടൻറ്റ് സെറ്റ് ചെയ്യൽ, എല്ലാം നല്ല പണിയുള്ള പരിപാടിയാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് കാണാം. ബൈ ബൈ. സി യു ഗായ്സ്, സി യു. വ്ളോഗ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കൂട്ടുകാർക്കൊക്കെ അയച്ചു കൊടുക്കുക, ഷെയർ ചെയ്യുക, ലൈക്ക് അടിക്കുക. ഇനി വ്ളോഗ്സ് വരും, നമ്മളെ അടിപൊളി വ്ളോഗ്സ് ഇനിയും വരും. കൂടെ എന്നെയും സപ്പോർട്ട് ചെയ്യുക. അവൻ്റെ ഐഡിയ അയച്ചുതരാം. അപ്പോൾ ബൈ. നല്ല ഒരുപാട് പോസിറ്റീവ് റിവ്യൂസ് നമ്മളെ കമ്പനിക്കാരാണെങ്കിലും നമ്മളെ ഫോളോവേഴ്സ് ആണെങ്കിലും അടിപൊളിയായിട്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്ത്. ജസ്റ്റ് ഒരു സ്റ്റോറി ഇട്ടപ്പോൾ തന്നെ കാര്യം ലൈഫിൽ ഒരിക്കലും വിചാരിച്ചില്ല വ്ളോഗ് എടുക്കണം അല്ലെങ്കിൽ ഇതുപോലെ കണ്ടൻറ് ക്രിയേഷനൊക്കെ ചെയ്യണം. മിസ്റ്റേക്കൊക്കെ വരും കേട്ടോ, ക്ഷമിക്കണം. അപ്പോൾ അതൊന്നും ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല. പക്ഷെ ഇൻഷാ അല്ലാഹ് ലൈഫിൽ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നത് ഒരുപാട് സിറ്റുവേഷനിലൂടെ കടന്നു പോകുമ്പോഴാണ്. നല്ല നല്ല അവസരങ്ങളൊക്കെ എല്ലാവരും ഉപയോഗിക്കുക. ഇതുപോലെ പുതിയ വീഡിയോസ് നമ്മൾ ഇനിയും ചെയ്യും. അതിൻ്റെ ഇടയിൽ കൂടെ റീൽസ് ചെയ്യണം, നല്ല റീൽസ് എടുക്കണം. റീൽസാണ് നമ്മുടെ മെയിൻ, വ്ളോഗല്ല. നാട്ടിലുള്ളവരൊക്കെ ആണെങ്കിൽ ഹാപ്പി ആയിട്ടിരിക്കുക, ഇതൊക്കെ കാണ്. ലൈഫിൽ ഈ അവസരങ്ങൾ കിട്ടുമ്പോൾ യൂറോപ്പിൽ തന്നെയല്ല എല്ലാ രാജ്യങ്ങളിലും പോകാനുള്ള അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുക്കുക. എൻ്റെ ആഗ്രഹം അതാണ്. ഇതൊക്കെ ചെറുതാണ്, ഇതൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ട്. പക്ഷേ ലൈഫിൽ വലിയ ഒരുപാട് രാജ്യങ്ങൾ പോകണം, ഒരുപാട് സ്ഥലങ്ങൾ എക്സ്പ്ലോർ ചെയ്യണം, അതിന് ഒരുപാട് കാര്യങ്ങൾ പഠിക്കണം. ഇതൊക്കെയാണ് ആഗ്രഹം. ഇൻഷാ അല്ലാഹ് എല്ലാം ശരിയാവും, ഒരു ദിവസം എല്ലാം നടക്കും. അപ്പോൾ ഓക്കെ, ഇൻഷാ അല്ലാഹ് ബൈ ബൈ. സീ യു ഗൈസ്.